ഐക്യ വഴി തുമ്പ സ്റ്റേഷൻ. അതെ, ഇത് നമുക്കെല്ലാം അറിയുന്ന ഐക്യ തന്നെ. 1958 സ്വീഡനിൽ ഐക്യ തുടങ്ങിയത്. ഈ കാണുന്ന ഐക്യ ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ കടയായിരുന്നു. ഇതിവിടെ തുടങ്ങിയത് 1965 കുങ്ങൻസ് കുർവ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇന്ന് ഞാൻ വന്നത് ഐക്യ കാണാനല്ല. ഇതിൻ്റെ അടുത്ത് വേറൊരു സംഭവം നടക്കുന്നുണ്ട്. കുറേ കാറ് ഭ്രാന്തന്മാരുടെ ഒത്തുചേരൽ നടക്കുന്നുണ്ട്. അത് സമ്മറാകുമ്പോൾ എല്ലാ ശനിയാഴ്ച നടക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന അവൻ്റെ വീഡിയോ ഇടാം. അവൻ പറഞ്ഞു വീഡിയോ ആണ് ഇന്ന് നടക്കുന്നത്, അപ്പോൾ നമുക്കൊന്ന് വരാം, ഈക്കയിലും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. വന്ന സ്ഥിതിക്ക് ഐക്യയിലൊന്ന് കയറി നടന്ന് ചുറ്റി നടന്ന് അവസാനം ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് ഇറങ്ങിയത്. ഐക്യ പോലെ തന്നെ വോൾവേർഡ് ജന്മസ്ഥലവും സ്വീഡനാണ്. പിന്നെ നമുക്കെല്ലാം അറിയുന്ന സ്കാനിയ ബസ്സില്ലേ, അതും സ്വീഡൻ തന്നെയാണ്. ഇവിടെ കൂടുതലുള്ളത് പഴയ കാറാണ് കേട്ടോ. എല്ലാം മോഡിഫൈ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും സാധാരണ കാറിനെ പോലെ ഓടിക്കാൻ പറ്റില്ല. ഓടിക്കണമെങ്കിൽ ഇതിന് പ്രത്യേക പെർമിറ്റ് വേണം. പിന്നെ ഇത്ര സ്പീഡിന് മുകളിൽ ഓടിക്കാൻ പറ്റില്ല. പിന്നെ ആ ഹസാർഡ് സിമ്പിൾ വെക്കണം കാറിൻ്റെ മുകളിൽ. അങ്ങനെ എന്തെല്ലാം ഉണ്ട്. പോരാണ്ട് എല്ലാ കൊല്ലവും ഇത് ടെസ്റ്റിന് വെക്കണം. അങ്ങനെയുണ്ട്. നമ്മുടെ നാട്ടിൽ ടാക്സിയും ഓട്ടോവും ടെസ്റ്റിന് വെക്കുന്ന പോലെ തന്നെ, എന്നും ബ്രേക്കിന് വെക്കുന്ന പോലെ തന്നെ പ്രൈവറ്റ് കാറും ഇവിടെ വെക്കണം. ഈ ബോണറ്റ് തുറന്നു വെച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നോക്കിയിട്ട്. ഇതെല്ലാം അറിയുന്നവർക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. എല്ലാം നല്ല മോഡിഫൈ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. കറുത്ത കാറ്. ഈ കാറൊന്നും കാണുന്ന പോലെ ഒന്നുമില്ല, ഊട്ടക്കത്തെ വലിപ്പമാണ്. എന്താണെന്നറിയോ, ഇങ്ങനെയൊക്കെ നമ്മൾ ഇംഗ്ലീഷ് കൊടുത്തിട്ടില്ല കണ്ടിട്ടുള്ളൂ. അതെ, ഇവിടെ ഡ്രാഗ് റേസിലുണ്ടാവും, പക്ഷെ അത് വേറെ സ്ഥലത്തായിരിക്കും. എനിക്ക് പണ്ടേ ഇല്ലൊരു സംശയമാണ്, ഇതിങ്ങനെ മുട്ടി ഇന്നലെ വണ്ടി ഓടിക്കാൻ പറ്റുമോ. അതിനുള്ള ഉത്തരവ് ഒന്ന് കിട്ടി. ഈ ഒരു സാധനം കണ്ടോ, ഇത് വെച്ചിട്ടാണ് ഇത് നിയന്ത്രിക്കുന്നത്, കംപ്രസർ. ഇപ്പം കുറേ ആളെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അന്നൊരു സംഭവം ഒന്ന് റെഡിയായത്. ഇത് ഷെവർലെറ്റിൻ്റെ ഈ കാറൊന്നും എനിക്കറിയില്ല ഏത് കാറാണെന്ന്. കാണാൻ നല്ല കിടിലുണ്ട്. എനിക്ക് പരിചയമില്ല. ഹോണ്ടയും ഓടിയും എല്ലാം ഉണ്ട്. BMW കുറവാണ് കേട്ടോ. പിന്നെ ബെൻസിൻ്റെ കുറേ പുതിയ കാറെല്ലാം കുറേ ഉണ്ട്. ഇത് നമ്മൾ നിഞ്ചയല്ലേ, പക്ഷെ ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു മാറ്റം. ഇത് പുതിയതെങ്ങനെയാണോ, ഇത് തീരെ കണ്ടിട്ടില്ലല്ലോ എവിടെയും. ഈ ഷെവർലെറ്റിൻ്റെ ബാക്കത്തെ ടയർ കണ്ടോ, എൻ്റെ അമ്മ, എന്തെന്ന് ചില സംഭവം. ഈ നമ്മുടെ നാട്ടിലെ ട്രാവലറില്ലേ, അതിനെപ്പോലെ ഉണ്ട്. അങ്ങനെ ആളെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാന്ന് തോന്നുന്നു. ഈ കുറച്ചും കൂടെ ആയി നിലത്ത് മുട്ടും അതിൻ്റെ ചാഷിയെല്ലാം. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പൊന്തിക്കാനും താത്താനും പറ്റുന്ന സംഭവമാണ് ഇതിനെല്ലാം ഉള്ളത്. ഉണ്ടോ, കണ്ടത് കാണില്ലേ എന്തെല്ലാം ആക്കി വെച്ചിനൊക്കെ ഓരോ കാറിനല്ലോ. ഇതെല്ലാം ഇപ്പോൾ ഓടിച്ച് നടക്കുന്നില്ല ഇയാളെല്ലാം. ഭ്രാന്തെന്നെല്ലാം പറഞ്ഞാൽ ഇതാണ്. പോലീസ് ഉണ്ട്, അതിലേ പോകുന്നു. വല്ലതും വേണ്ടാത്ത നടക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇത് കൊള്ളാമല്ല, അതിൻ്റെ ഇടക്ക് നോക്കിയേ, നമ്മളെ പിള്ളേരെല്ലാം കളിക്കുന്ന കാറ് പോലെ. ഏതായാലും കൊള്ളാം, ജോറായിട്ടുണ്ട്. ഇത് നമ്മുടെ ഷെവർലെറ്റ്. എന്താ ഒരു ഇത് നോക്കിയേ. ഈ കാറിൽ നമ്മൾ നേരത്തെ ആണ് കണ്ടത്. ഇതിങ്ങനെ വെറുതെ പുറത്തേക്ക് പോവാം, വീണ്ടും തിരിച്ച് വരിക, ഇതന്നെ ഇവരെ പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വഴിക്ക് ഇങ്ങനെ സ്പീഡിൽ വരിക, ബ്രേക്ക് ഇട്ട് ചവിട്ടി നിർത്തുക, അങ്ങനത്തെ കലാപരിപാടികൾ തന്നെ. അതിനാണ് ഈ ആൾക്കാരെല്ലാം കാണാൻ നിൽക്കുന്നില്ല. എന്തായാലും നല്ല സംഭവം നല്ല കാണാനുണ്ട്. ഇത് നമ്മുടെ മസ്താങ്. എന്താ നോക്കിയാ പോക്ക്. ഇവിടെ നിർത്തിയിട്ട് ആ കാണുന്ന അത്ര വരെ ഇല്ലു. പുതിയ ഓടിയും BMW ബെൻസെല്ലാം അതിൻ്റെ ഒച്ചക്കാണ് അവർ പ്രാധാന്യം ഉണ്ടാവും. സാധനം നല്ല പവറായിരിക്കും. ഇതുകൊള്ളെല്ലാം വെള്ള കുട്ടപ്പൻ
ഒരു അഹങ്കാരമുണ്ട് ആ മുഖത്ത്. എന്നാലും ഒരു ബസ്സിനെല്ലാം പോകാൻ അവിടെ സ്ഥലം വെച്ചിട്ടുണ്ടടാ. ആ ഒരു മാന്യതയുണ്ട്, വെറുതെ അലമ്പാക്കുന്നില്ല. നമ്മളെ ബെൻസ് എന്താന്നൊക്കെയാ കാണാൻ തന്നെ ഒരു അഹങ്കാരമില്ലേ. അതിനിടയ്ക്ക് ബൈക്കുകാരുണ്ട്, അവരെ കുറേ അഭ്യാസ പ്രകടനങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക്. വീണ്ടും നമ്മളെ മസ്താങ് ചീറിപ്പാഞ്ഞു പോന്ന്. ഇത് കൊള്ളാല, പറക്കം തള്ളിയ പോലെയുണ്ട്. എന്താണ് അവർക്ക് കാണാൻ ആൾ കൂടുമ്പോൾ അവർക്ക് ആവേശം, ഒന്നും പറയണ്ട. ഏതായാലും സംഭവം എടുപ്പായതിന്. എന്തായാലും ഇതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെ. ഇവിടെ സ്വീഡിഷുകാരൊന്നും അങ്ങനെ കാണാനില്ല കേട്ടോ. ബാക്കിയുള്ളവരാന്ന് കുറേ ഇല്ലത് ഇവിടെയെല്ലാം. സ്വീഡിഷുകാർക്ക് ഇതിനൊന്നും ഇല്ല അത്ര താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. ഏതായാലും കുഴപ്പമില്ല, അടിപൊളി. അപ്പോൾ ശരി, എന്നാൽ പിന്നെ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.